ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള വിശദമായ ടെക്നിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ പ്രപ്പോസൽ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപയുടെ ഡീല്. അതിലും അടിപൊളി കാര്യം എന്താണെന്നറിയാമോ? ആദ്യത്തെ 20 വിമാനങ്ങൾ ഫ്രാൻസിലും ബാക്കി 94 ഇന്ത്യയിലുമാണ് നിർമ്മിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഡീലിനെ കുറിച്ച് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇത് വെറും ഒരു ഫൈറ്റർ ജെറ്റ് വാങ്ങൽ മാത്രമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. വ്യോമസേന നേരിടുന്ന ഫൈറ്റർ ജെറ്റുകളുടെ കുറവ് പരിഹരിക്കുക, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും നൂതനമായിട്ടുള്ള, ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള റഫാൽ F4 ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, നിലവിലുള്ള നമ്മുടെ റഫാൽ വിമാനങ്ങളെ നൂതനമായ F4 ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആയുധങ്ങൾ ഇതിൽ ഘടിപ്പിക്കുക, ഒപ്പം ഇന്ത്യയിൽ ഒരു കിഡിലൻ ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ചേർന്നൊരു വമ്പൻ സ്ട്രാറ്റജിക് പ്ലാനാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ വ്യോമസേനയ്ക്ക് ഔദ്യോഗികമായിട്ട് വേണ്ടത് 42 സ്ക്വാഡ്രനുകളാണ്. എന്നാൽ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് അതിലൊക്കെ വളരെ കുറവാണ്. ആ ഒരു വലിയ ഗ്യാപ്പ് നികത്താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇന്ന് റഫാൽ. ഇന്ത്യയിൽ ഇതിനകം തന്നെ 36 റഫാലുകൾ പറക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ പൈലറ്റുമാർ, ടെക്നീഷ്യന്മാർ, പരിശീലനം, സിമുലേറ്റർ, സ്പെയർ പാർട്ടുകൾ, മെയിൻ്റനൻസ് സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ റെഡിയാണ്. ഇതിന് പുറമെയാണ് നമ്മുടെ നാവികസേന വാങ്ങുന്ന 26 റഫാൽ M കൂടി ചേരുമ്പോൾ ആകെ 62 റഫാൽ വിമാനങ്ങളാവും. ഇനി ഈ പുതിയ 114 കൂടി വരുമ്പോൾ ഇന്ത്യയുടെ ആകെ റഫാൽ നിര 176 ആകും. അതിൽ വ്യോമസേനയ്ക്ക് മാത്രം 150 ഉണ്ടാകും. ഇത്രയും വലിയൊരു ഒരേ തരം വിമാന നിര വരുമ്പോൾ ട്രെയിനിങ്ങും മെയിൻ്റനൻസും ഒക്കെ വളരെ ഈസി ആയിട്ട് മാറും. നിലവിൽ നമ്മുടെ കയ്യിലുള്ള 36 റഫാലുകൾ പഴയ F3R വെർഷനാണ്. അതിൽ തന്നെ RBE-2 AESA റഡാർ, സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, മീറ്റിയോർ, സ്കാൾപ്പ്, ഹാമർ മിസൈലുകളൊക്കെ ആയിട്ട് വളരെ പവർഫുള്ളാണ്. എന്നാൽ പുതിയ 114 വിമാനങ്ങൾ ഇതിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള F4 സ്റ്റാൻഡേർഡിലായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ആണ്. അതെന്താണെന്നല്ലേ? ഇനി റഫാലിന് സ്വന്തം റഡാർ കാഴ്ചകളെ മാത്രം ആശ്രയിക്കേണ്ടി വരില്ല. ആകാശത്തുള്ള എവാക്സ് വിമാനങ്ങൾ, ഗ്രൗണ്ട് റഡാറുകൾ, മറ്റ് ഫൈറ്ററുകൾ എന്നിവ നൽകുന്ന വിവരങ്ങൾ തത്സമയം നെറ്റ്വർക്ക് വഴി ഷെയർ ചെയ്ത് പൈലറ്റിന് ആകാശത്തെ ഒരു സമ്പൂർണ്ണ ചിത്രം മുമ്പിൽ കിട്ടും. ചുരുക്കത്തിൽ, ആരാദ്യം ശത്രുവിനെ കാണുന്നു, ആരാദ്യം വിവരങ്ങൾ കൈമാറുന്നു, ആരാദ്യം മിസൈൽ അയക്കുന്നു എന്നതിലാണ് കാര്യം. റഫാൽ F4 വരുന്നതോടെ ഇതിലെല്ലാം മിന്നൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. RBE-2 AESA റഡാർ ഉപയോഗിച്ച് ഒരേ സമയം ഒരുപാട് ടാർഗറ്റുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാം. കൂടാതെ ഇതിലെ സ്പെക്ട്ര സിസ്റ്റം ശത്രുവിൻ്റെ റഡാർ നമ്മളെ നോക്കുന്നുണ്ടോ, മിസൈൽ ഭീഷണി ഉണ്ടോ എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞ് പൈലറ്റിന് വാണിംഗ് തരികയും പ്രതിരോധിക്കുകയും ചെയ്യും. ഇനി വേണ്ടി വന്നാൽ റഡാർ ഓൺ ചെയ്യാതെ തന്നെ ശത്രുവിനെ കണ്ടെത്താനായിട്ട് ഇതിലെ ഫ്രണ്ട് സെക്ടർ ഒപ്ട്രോണിക്സ് പോലെയുള്ള സെൻസറുകളുമുണ്ട്. ഇതും കൂടാതെ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ കൂടി വരുമ്പോൾ പൈലറ്റ് ടാർഗറ്റിലേക്ക് നോക്കിയാൽ മാത്രം മതി, മിസൈൽ ശത്രുവിനെ തേടിപ്പോക്കോളും. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് കരുതുന്ന ഒന്നാണ് മീറ്റിയോർ മിസൈലും റഫാൽ F4 തമ്മിലുള്ള കോമ്പിനേഷൻ. കാരണം റഫാലിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് ഈ മീറ്റിയോർ BVR മിസൈൽ. ഈ മിസൈലിൽ തന്നെ ഒരു റാംജെറ്റ് എഞ്ചിൻ ഉള്ളത് കൊണ്ട് അവസാന നിമിഷം വരെ വൻ വേഗത നിലനിർത്താനായിട്ട് ഈ മിസൈലിന് സാധിക്കും. അതുകൊണ്ട് ശത്രുവിന് രക്ഷപ്പെടാൻ വഴിയേ ഇല്ല. ഇതിനെയാണ് നോ എസ്കേപ്പ് സോൺ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നോ എസ്കേപ്പ് സോൺ ഉള്ള മിസൈലാണ് മീറ്റിയർ മിസൈൽ. ഇതിലേക്ക് F4 നെറ്റ്വർക്കിംഗ് കൂടി ചേരുമ്പോൾ ദൂരപരിധിയിലുള്ള ആകാശപ്പോരിൽ റഫാൽ വേറെ ലെവലാകും. ഒപ്പം നിലവിലുള്ള 36 റഫാലുകളെയും F4 ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് പദ്ധതിയുണ്ട്. സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. റഫാൽ F4 ഒരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ അല്ല. അതുകൊണ്ട് റഫാൽ വന്നാൽ ചൈനയുടെ J-20 തീർന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. J-20യുടെ സ്റ്റെൽത്ത് അതിനൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ യുദ്ധം റഫാൽ വേഴ്സസ് J-20 മാത്രമല്ലല്ലോ. റഫാൽ F4, നേത്ര AEW&C, ഗ്രൗണ്ട് റഡാറുകൾ, S-400, സുഖോയ് 30, തേജസ്, സാറ്റലൈറ്റുകൾ ഇതെല്ലാം കോർത്തിണക്കുമ്പോൾ
റഫാൽ വെറും ഒരു ഫൈറ്റർ മാത്രമല്ല, വലിയൊരു നെറ്റ്വർക്കിൻ്റെ മെയിൻ ഷൂട്ടറായിട്ട് മാറും. ഹിമാലയൻ അതിർത്തികളിൽ ആധിപത്യം സ്ഥാപിക്കാനും അറ്റാക്ക് ചെയ്യാനും ഇലക്ട്രോണിക് വാർഫെയറിനും എല്ലാം ഇത് ബെസ്റ്റാണ്. ചൈനയ്ക്കെതിരെ റഫാലിൻ്റെ ശരിക്കുമുള്ള പവർ എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാനെതിരെയോ? പാകിസ്ഥാൻ J-10CE, JF-17 ബ്ലോക്ക് 3 ഒക്കെ വെച്ച് അവരുടെ എയർ പവർ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത യുദ്ധമൊക്കെ നേരിട്ട് കണ്ടുമുട്ടുന്നതിന് മുമ്പേ ദൂരത്തു നിന്നേ അങ്ങ് തുടങ്ങും. അവിടെയാണ് എയ്സ, സ്പെക്ട്ര, മീറ്റിയോർ, പ്ലക്സ് അവാക്സ് കോംബോ മാസ് കാണിക്കുന്നത്. മാത്രവുമല്ല, സ്കാൽപ്പ്, ഹാമർ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിൻ്റെ എയർ ബേസുകളും റഡാറുകളും ദൂരെ നിന്ന് തകർക്കാനും റഫാലിന് സാധിക്കും. പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്ത്യൻ ആയുധങ്ങൾ റഫാലിൽ ഘടിപ്പിക്കുക. നമ്മുടെ സ്വന്തം അസ്ത്ര മിസൈലുകൾ റഫാലിൽ ഘടിപ്പിച്ചാൽ വിദേശ മിസൈലുകളെ മാത്രം ആശ്രയിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഭാവിയിൽ ബ്രഹ്മോസ് NG കൂടി വന്നാൽ നമ്മുടെ സ്ട്രൈക്ക് പവർ വേറെ റേഞ്ച് ആവും. ഫ്രാൻസ് ഏതായാലും റഫാലിൻ്റെ ഫുൾ സോഴ്സ് കോഡ് നമുക്ക് തരില്ല. അതിന് പകരം ഇൻ്റർഫേസ് കൺട്രോൾ ഡോക്യുമെൻ്റ് തരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ മിസൈലുകൾക്ക് റഫാലിൻ്റെ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ ഇൻ്റർഫേസ് കൺട്രോൾ ഡോക്യുമെൻറ്റ്സ്. ഇത് കിട്ടിയാൽ സോഴ്സ് കോഡ് ഇല്ലാന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആയുധങ്ങൾ ഈസി ആയിട്ട് ഘടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. 94 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. ദസോ ഏവിയേഷനും ടാറ്റയും ചേർന്ന് റഫാലിൻ്റെ ഫ്യൂസലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ബോഡി ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിർമ്മിക്കുന്ന പാർട്സുകൾ ഇന്ത്യക്കുള്ള വിമാനങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദസോയുടെ ഗ്ലോബൽ സപ്ലൈ ചെയിനിലേക്കും പോകും. അങ്ങനെ ഇന്ത്യ വെറും ഒരു വിമാനം വാങ്ങുന്ന രാജ്യമല്ലാതായിട്ട് മാറി ഒരു ഗ്ലോബൽ എയറോസ്പേസ് സപ്ലയറായിട്ട് മാറും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും സാങ്കേതികവിദ്യയുടെ പൂർണ്ണ ഉടമസ്ഥത കിട്ടുന്നതും രണ്ടാണ്. അതുകൊണ്ട് എത്ര പാർട്സ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു, എത്ര ഇന്ത്യൻ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ കഴിയുന്നു, എത്ര സപ്ലൈ ചെയിൻ ഇന്ത്യയിലേക്ക് വരുന്നു, മെയിൻ്റനൻസ് അതായത് MRO എത്രത്തോളം ഇന്ത്യയിൽ കിട്ടുന്നു എന്നതിലാണ് ഈ ഡീലിൻ്റെ യഥാർത്ഥ വിജയം. റഫാലിൻ്റെ M88 എഞ്ചിൻ പരിപാലിക്കാനുള്ള സൗകര്യം സഫ്രാൻ കമ്പനി ഇന്ത്യയിൽ കൊണ്ടുവരുന്നതും വളരെ പ്രധാനമാണ്. ഫൈറ്റർ ജെറ്റ് വാങ്ങുന്നത് ഒരു തവണത്തെ കാര്യമാണ്, പക്ഷേ 30-40 വർഷം അതിനെ റെഡിയാക്കി നിർത്തുന്നതാണ് ശരിയായ ചാലഞ്ച്. എഞ്ചിൻ ഓവറോളിംഗ് സൗകര്യം ഇന്ത്യയിൽ വരുമ്പോൾ റിപ്പയറിംഗ് ടൈം കുറയും. ഫ്രാൻസിലേക്ക് എഞ്ചിൻ അയച്ച് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. വിമാനങ്ങൾ എപ്പോഴും പറക്കാൻ റെഡിയായിരിക്കും. ഒപ്പം നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് വളരെ വലിയൊരു അനുഭവ സമ്പത്തും കിട്ടും. അപ്പോഴും വലിയൊരു ചോദ്യം ഉയർന്നു വരാം, 3.25 ലക്ഷം കോടി രൂപ ഇത് വലിയൊരു തുകയല്ലേ എന്ന്. തീർച്ചയായിട്ടും അത് വലിയ തുകയാണ്. പക്ഷേ 3.25 ലക്ഷം കോടി രൂപ എന്ന തുകയെ 114 കൊണ്ട് ഹരിച്ച് ഒരു വിമാനത്തിന് ഇത്രയും കാശോ എന്ന് ചോദിക്കുന്നത് തെറ്റായ രീതിയാണ്. കാരണം ഈ തുകയിൽ വിമാനം മാത്രമല്ല, ആയുധങ്ങൾ, സ്പെയർ പാർട്ടുകൾ, സിമുലേറ്ററുകൾ, പൈലറ്റ് ട്രെയിനിങ്, ഇൻഫ്രാസ്ട്രക്ചർ, മെയിൻ്റനൻസ്, ഇന്ത്യയിലെ ഫാക്ടറി നിർമ്മാണം ഇതെല്ലാം ഉൾപ്പെടും. എന്നാലും നമ്മുടെ നിലപാട് വ്യക്തമാണ്. പണം ഇന്ത്യ ചെലവാക്കുമ്പോൾ അതിൻ്റെ ശേഷിയും സാങ്കേതികവിദ്യയും ഇന്ത്യയിൽ തന്നെ ഉണ്ടാകണം. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് 114 റഫാൽ F4 ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നത് 6-7 പുതിയ സ്ക്വാഡ്രൻസ് മാത്രമല്ല, നിലവിലുള്ളവയും ചേർത്ത് 150 റഫാലുകളുടെ വമ്പൻ പവർഫുൾ ഫ്ലീറ്റാണ്. F4ൻ്റെ നെറ്റ്വർക്കിംഗ്, എയ്സ റഡാർ, സ്പെക്ട്ര, മീറ്റിയോർ, പിന്നെ നമ്മുടെ നേത്ര, S-400, സുഖോയ് 30 ഇതെല്ലാം ഒന്നിക്കുമ്പോൾ ആകാശത്ത് ഇന്ത്യയുടെ ശക്തി പല മടങ്ങ് മൾട്ടിപ്ലൈ ആകും. അതോടൊപ്പം ഇന്ന് റഫാൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ എഞ്ചിനീയർമാർ നാളെ നമ്മുടെ സ്വന്തം 5th ജനറേഷൻ ഫൈറ്ററായിട്ടുള്ള ആംക നിർമ്മിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഈ 3.25 ലക്ഷം കോടി രൂപ വെറും ഒരു വിദേശ വിമാനം വാങ്ങൽ മാത്രമല്ല, ഇന്ത്യയുടെ സ്വന്തം എയറോസ്പേസ് പവർ നിർമ്മിക്കാനുള്ള വലിയൊരു പാലമായിട്ട് റഫാൽ F4നെ മാറ്റും. റഫാൽ ആ പാലമാണ്, ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്വന്തം ആംകയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.